എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സ് കണ്ട് എല്ലാം കിഴിക്കാത്തതിന്റെ കീഴിലേക്ക് പോവാം. എന്താണ് അജണ്ട, പറയൂ. തമിഴ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ 100 കോടിക്ക് മുകളിൽ, അതെങ്ങനെയുണ്ട് പരിപാടി? 100 കോടിക്ക് മുകളിലോ? അതിന് സിനിമ റിലീസ് ചെയ്താലേ ബഡ്ജറ്റ് ബട്ട് അതിപ്പോ എല്ലാത്തിന്റെ നമുക്ക് കറക്റ്റ് അറിയൊന്നുമില്ലല്ലോ. ബഡ്ജറ്റ് ഏകദേശം അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് നമുക്കത് ബഡ്ജറ്റ് കണക്ക് കൂട്ടാൻ പറ്റും, ഉറപ്പിക്കാൻ പറ്റില്ല, ഒരിക്കലോ പറ്റൂല. ഓക്കെ, തമിഴ് ഏറ്റവും കൂടുതൽ കിട്ടുന്നവർ വിജയിക്കട്ടെ. ഓക്കെ, ഹെഡ് ടൈല് അറിയാം, സ്വാഭാവികം. എന്ത്, നീ അറിഞ്ഞു വിളിച്ചതാ? പിന്നല്ലാണ്ട് ഇവൻ ടൈല് കിട്ടട്ടെ എന്ന് കരുതിയിട്ട് ഹെഡ് വിളിച്ചതാണ്. ഓക്കെ, ഫസ്റ്റ് വൺ. ഓ, തമിഴാണ്. പരാശക്തി. ഇതൊക്കെ ഞാൻ പ്രതീക്ഷിച്ചതാ. അതായത് ഞാൻ തന്നെ ഓരോ സാധനം പറഞ്ഞോളൂ, അത് തന്നെ കറക്റ്റ് വരും. അതൊക്കെ സ്വാഭാവികം. പോട്ടെ. പരാശക്തി നമ്മുടെ ശിവകാർത്തികേയൻ നായകനാവുന്ന സിനിമയാണ്. സുധാ കൊങ്കാരന് സിനിമ സംവിധാനം ചെയ്യുന്നത്. സിനിമയുടെ ഷൂട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു ലൊക്കേഷൻ സ്റ്റില്ല് വന്നിട്ടുണ്ട്. നമ്മുടെ ശിവകാർത്തികേയനും ശ്രീലീലി ഒരുമിച്ചുള്ളൊരു ഫോട്ടോ ആണ് ഇതാ. ഓക്കെ, അടുത്തത്. തമിഴ് എടുത്താൽ പിന്നെ ഞാനും തമിഴ് എടുക്കണ്ടേ? അല്ല പിന്നെ എന്ത് മത്സരം. അതെ. ഓ, മൂക്കുത്തി അമ്മൻ 2. ഓക്കെ, സിനിമ സുന്ദർ സി ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നു. സിനിമ 100 കോടി ബഡ്ജറ്റിലാണ് വരുന്നത് എന്നാണ് കേൾക്കുന്നത്. അപ്പൊ നയൻസിനെ ഒന്നും കൂടി നമുക്ക് ദേവിയായിട്ട് കാണാം. അല്ല, ഞാൻ കാര്യം ചോദിക്കട്ടെ, ഈ നയൻതാര അഭിനയിച്ചിട്ട് മെയിൻ കഥാപാത്രമൊക്കെ വന്നിട്ട് ഇത്രയും വലിയ വിജയമൊക്കെ ഉണ്ടാവാറുണ്ട് ഏതെങ്കിലും സിനിമ? ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. 100 കോടിയൊക്കെ മുടക്കിയിട്ടൊരു സിനിമ എടുത്തിട്ട് അതിന് മാത്രം വലിയ മറ്റേ അതെന്താ അറിയോ, അരമനൈ 4 അതിലുള്ള വിശ്വാസമാണത്. സുന്ദർ സി കൊള്ളാം, വിശ്വാസം കൊള്ളാം, വിശ്വാസം അതാണല്ലോ എല്ലാം. അതെ, നന്നായി വരട്ടെ. അടുത്ത നന്നായി വാ. അതെ, ഗുഡ് ബാഡ് അഗ്ലി. നന്നായി വാ. അതെന്താ തെറി വിളിച്ച പോലെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. അല്ലടാ, നന്നായി വാന്ന് പറഞ്ഞു. ഗുഡ് ബാഡ് അഗ്ലി സിനിമയുടെ ഒഫീഷ്യൽ ടീസർ വരാൻ പോകുന്നു. നെക്സ്റ്റ് വീക്ക് ഇതിന്റെ ഒഫീഷ്യൽ ടീസർ വരും എന്നുള്ളതാണ് റൂമർ. ഓക്കെ, ആദിക് രവിചന്ദ്രൻ സംവിധാനം ചെയ്ത് നമ്മുടെ അജിത് കുമാർ നായകനാവുന്ന സിനിമയാണ്. ഓക്കെ, അടുത്തത് വാർ 2. നല്ല ഹിന്ദിയും പറഞ്ഞാൽ മതിയാവും. വീരേന്ദ്ര രഘുനാഥ്, അതായിരിക്കും NTRന്റെ ക്യാരക്ടർ നെയിം. സൗത്ത് ഇന്ത്യൻ റോ ഏജന്റ്. NTR സൗത്ത് ഇന്ത്യൻ റോ ഏജന്റ് ആയിട്ട് വരുന്നു. പൊളി. എന്തായാലും അത് നമുക്ക് ആഘോഷിക്കാനുള്ള സിനിമയാണ്. ഹൃതിക് റോഷനാണ് നായകൻ. 2 നായകന്മാരാണ് കേട്ടോ, അതെടുത്ത് പറയണോ? ഹൃതിക് റോഷനും NTR. ഓക്കെ, അടുത്ത കീഴ്. എന്നാണ് റിലീസ്? ഓഗസ്റ്റിലല്ലേ? ഓഗസ്റ്റ് 14-ാം തീയതി. ഓക്കെ, സ്വാതന്ത്ര്യദിനത്തിന്റെ തലേ ദിവസം. അതെ. ഹരിഹര വീര മല്ലു, പവൻ കല്യാൺ നായകനാവുന്ന സിനിമയാണ്. സിനിമയുടെ ഷൂട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫൈനൽ ഷെഡ്യൂളാണ്. ഈ ഷെഡ്യൂളോടെ പരിപാടി കഴിയും. ഓക്കെ, സിനിമ റിലീസ് ഡേറ്റ് പ്ലാൻ ചെയ്യുന്നത് മാർച്ച് 28-ലേക്കാണ്. മേ ബി മാറ്റിയേക്കാം, പറയാൻ പറ്റില്ല. അടുത്തത് 2-1 വിടാമുയർച്ചി. 2-2. ഇന്ന് മത്സരം നടക്കുന്നുണ്ട് അല്ലേ? എന്താണെങ്കിലും സിനിമയുടെ കളക്ഷൻ ഫസ്റ്റ് ഡേ തമിഴിൽ നിന്ന് 26 CR, കേരളത്തിൽ നിന്ന് 1.35 CR, വേൾഡ് വൈഡ് 49 CR. കാരണം തീരെ പ്രതീക്ഷ ഇല്ലാതെ, ഒരു വലിയ ഹൈപ്പൊന്നും ഇല്ലാതെ വന്ന സിനിമയാണ്. അല്ല, അജിത്തിന്റെ പിന്നെ അങ്ങനെയാണ്, അജിത്തിന്റെ ഇട്ട് കൊടുക്കുള്ളൂ, സിനിമ നേരിട്ട് ഇറക്കി കൊടുക്കും. വേറെ ഒരു പരിപാടി വേറെ എന്തല്ലേ ശരിക്കും PR ലെവലില്, അതായത് വമ്പൻ പ്രൊമോഷനൊക്കെ ഉണ്ടെങ്കിൽ എന്തായിരിക്കും വൻ പ്രൊമോഷനൊക്കെ ഉണ്ടെങ്കിൽ സിനിമ എവിടെ ഇരിക്കും ശരിക്കും? ആ റേഞ്ച് വെച്ച് നോക്കുമ്പോ എവിടെയാണല്ലേ തലാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കത്തുന്ന ഒരു സമയമാണ് തമിഴ്നാട്ടില്. VD 12 സിനിമയുടെ ഒഫീഷ്യൽ ടൈറ്റിൽ ടീസർ വരാൻ പോകുന്നു. ഇവർ ഒഫീഷ്യലായിട്ട് ഇത് അനൗൺസ് ചെയ്തിരിക്കുന്നു. അതായത് 12-ാം തീയതി ഇതിന്റെ ടൈറ്റിൽ ടീസർ വരും. സിനിമ സംവിധാനം ചെയ്യുന്നത് JCയുടെ ഡയറക്ടർ കേട്ടോ. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രതീക്ഷ അല്ലേ? അതാണ്. വിജയ് ദേവരകൊണ്ട വേറെ ലെവലിൽ വരുമെന്നാണ് പ്രതീക്ഷ. കാരണം ഈ ഡയറക്ടർ ഗൗതം തിന്നാനൂരി. എന്താണ് ഊരിയെടുത്തത്? തിന്നാനിരുന്ന സമയത്ത് ഷട്ടൊക്കെ ഊരിയിട്ടിരുന്നു. അങ്ങനെയാണല്ലേ? ഞാൻ എന്തോ ഒന്ന് തിന്നാൻ വേണ്ടിയിട്ട്. അമരൻ കളി നടക്കുന്നുണ്ട്. അമരൻ സിനിമ 100 ദിവസം തിയേറ്റർ റൺ.
കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, 100 days. നമ്മുടെ ശിവകാർത്തികേയൻ നായകനായ സിനിമയാണ്. നമ്മുടെ സായി പല്ലവി നായികയായ സിനിമയാണ്. നല്ല, അതായത് ഏറ്റവും ആളുടെ കരിയറിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമ, 300 കോടിക്ക് മുകളിൽ. 300 കോടിന്റെ മുകളിൽ കളക്ട് ചെയ്തു. അതെ. ഓക്കെ, അടുത്ത കിഴി. അയ്യോ, ഹൃദയപൂർവ്വം. 3-2. ഹൃദയപൂർവ്വം സിനിമയിൽ ബേസിൽ ജോസഫ് ഉണ്ട് എന്നുള്ള റൂമർ ഉണ്ടായിരുന്നു. എന്നാൽ അത് തെറ്റാണെന്നുള്ളതാണ് കേൾക്കുന്നത് കേട്ടോ. ലേറ്റസ്റ്റ് റിപ്പോർട്ട് അതാണ്. അതായത് ബേസിൽ ജോസഫ് ഈ സിനിമയുടെ ഭാഗമാകുന്നില്ല. ഇനി ബേസിൽ ജോസഫ് ഒന്ന് പറയണം, ഞാൻ ഇതിന്റെ ഭാഗമാണ്, നിങ്ങൾ ഇനി അല്ലാതെ നീ പറയല്ലേ എന്നൊക്കെ നോക്കാം. അടുത്തത് എമ്പുരാൻ. എമ്പുരാൻ സിനിമയുടെ 36 ക്യാരക്ടേഴ്സിനെ റിവീൽ ചെയ്യാൻ പോവാണ് 18 ദിവസം കൊണ്ട്. അതായത് രാവിലെ 10 മണിക്കും ഒരു പോസ്റ്റർ ഉണ്ടാവും, വൈകിട്ട് 6 മണിക്കും ഒരു പോസ്റ്റർ ഉണ്ടാവും. അങ്ങനെ 36 കഥാപാത്രങ്ങൾ. യെസ്, 18 ദിവസം കൊണ്ട്. ആൾറെഡി ഇപ്പോ നമ്മുടെ 4 പേര് വന്നു. ലാലേട്ടൻ്റെ വന്നു, ലാലേട്ടൻ വന്നു, പൃഥ്വിരാജ് വന്നു, ഇന്ദ്രജിത്ത് വന്നു, ടോവിനോയും വന്നു. ഓക്കെ, ഇതില് നമ്മൾ കാണാത്തതും ഉണ്ടാവുമല്ലോ. പിന്നെ നമ്മളറിയാത്ത സംഭവങ്ങളൊക്കെ ഉണ്ടാവും. കുറേ പേരെ നമുക്കറിയാം ലൂസിഫറിലൂടെ, എന്നാൽ ഉണ്ടാവും. പിന്നെ പക്ഷേ ചിലതൊന്നും പുറത്ത് വിടാനും പോകുന്നില്ല, അതും പ്രതീക്ഷിച്ച് നിൽക്കേണ്ടത്. ഓക്കെ, അടുത്ത കിഴി ബബ്ബ. ദിലീപ് നായകനാവുന്ന സിനിമയാണ്. സിനിമയിൽ ലാലേട്ടൻ ഒരു കാമിയോ റോളിൽ വരും എന്നുള്ള റൂമർ ഉണ്ടായിരുന്നു. ഏതാണ്ട് അത് ഉറപ്പിക്കാം എന്നുള്ള രീതിയിലാണ് ചില റിപ്പോർട്ടുകൾ വരുന്നത് കേട്ടോ. ദിലീപ് തന്നെ അത് ശരിയായ രീതിയിൽ പറഞ്ഞതുപോലെ ഉണ്ട്. വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതെ അതെ, വീഡിയോയിൽ പറഞ്ഞു, ലാലേട്ടനും ഞങ്ങളെല്ലാവരും കൂടി ഒരുമിക്കുമ്പോൾ തന്നെ അതെ ഒരു പ്രാന്തൻ സിനിമയായിരിക്കുമല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട് ആള്. അതങ്ങനെ തന്നെ ആവട്ടെ. അടുത്ത പൊളി സാധനമായിട്ടത്. അതൊരു സത്യം. അതിന്റെ ചിലത് പറയാനുണ്ട്, പക്ഷെ പറയുന്നില്ല. അടുത്തത് ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ. സിനിമയുടെ ട്രെയിലർ ഇന്ന് വരുന്നുണ്ട്. ടൈം ഒരു കൊടുത്തിട്ടില്ല. സിനിമയല്ല, വെബ് സീരീസ് ആണ്. ആമസോണിന് വേണ്ടിയിട്ടുള്ള, ഹോട്ട്സ്റ്റാറിന് വേണ്ടിയിട്ടുള്ള. അതാണെങ്കിലും ഇന്ന് ട്രെയിലർ വരും. ഓക്കെ, നമ്മുടെ നീരജ് മാധവും ഗൗരി കിഷനും അജു വർഗീസും 3 പേരുമാണ് പ്രധാന വേഷത്തിൽ എത്തുന്നത് കേട്ടോ. അടുത്ത കിഴി ഇരുമ്പ് കൈ മായാവി. ലോകേഷ് കനകരാജ് ഈ സിനിമ, അതായത് നമ്മുടെ സൂര്യയുടെ കൈയില്ലേ, അതങ്ങ് പറിച്ചെടുത്തു, ഈ ഇരുമ്പ് കൈ അമീർ ഖാൻ കൊണ്ട് കൊടുത്തു. എന്നിട്ട് അമീർ ഖാന്റെ കൈ കൊടുത്തു. എന്നിട്ട് നീ ഇത് വെച്ചോ. അമീർ ഖാന്റെ കയ്യിൽ വെച്ചു കൊടുക്കാൻ പോവാണ്. അതെ, മിക്കവാറും വാർത്തകൾ സത്യാകാൻ പോവുകയാണ്. ഭയങ്കരമായിട്ട് അതിശക്തമായിട്ടുള്ള റൂമറുകളാണ് വരുന്നത് കേട്ടോ. സൂര്യയും ഏതാണ്ട് അതിന് കൺവിൻസ് ആയി എന്നാണ് കേട്ടത്. അതിൽ നമ്മുടെ കൺവിൻസിങ് സ്റ്റാറിനെ കൊണ്ടുപോയോ ആവോ. സുരേഷ് കൃഷ്ണ എത്തിയോ? സൂര്യ നിനക്ക് അടുത്തത് 2 ഞാൻ തരാമെന്ന്. വേറെ ഉണ്ട്. ലോകേഷ് വേറെയൊക്കെ കുറെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും ബെറ്റർ അതൊക്കെയാണ്. ഒന്നാവില്ല, അത് പോട്ടേന്ന് കൺവിൻസ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് എന്തായാലും. അടുത്തത് അങ്ങനെയാണ് കേൾക്കുന്നത്. തഗ് ലൈഫ്. 4 കണ്ടായില്ലേ? ഓഫ് കോഴ്സ് മോനെ. ജയം ഇപ്പൊ എങ്ങനെയുണ്ട്? ജയത്തിനൊരു കൂടുതൽ മാധുര്യല്ലേ? ഇല്ലേ? അതൊരു സത്യം കേട്ടോ. തോറ്റ് കിടന്നിട്ട് പിന്നെ അങ്ങോട്ട് ജയിക്കാന്ന് പറയുന്നുണ്ടല്ലോ. പക്ഷെ മത്സരം കഴിഞ്ഞിട്ടില്ല. ഇല്ലല്ല, ഇനിയുണ്ടല്ലേ. എന്താണെങ്കിലും തഗ് ലൈഫിനെ കുറിച്ച് AR റഹ്മാൻ പറഞ്ഞ 2 വാക്കുകൾ ഞാൻ പറഞ്ഞിട്ട് പോവാം എന്തായാലും. അതായത് കമലഹാസന്റെ സ്ക്രീൻ പ്രസൻസ് കണ്ടിട്ട് അത് മാജിക് ആണെന്നാണ് പറഞ്ഞത്. അതെന്താ ഇപ്പൊ തോന്നി? കമലഹാസന്റെ എത്ര സിനിമ ചെയ്തിട്ടുണ്ട്, അതിലൊക്കെ സ്ക്രീൻ പ്രസൻസ് ഭീകര. അതിന്റെ അപ്പുറമായിരിക്കും അപ്പൊ ഇത്. അതായിരിക്കണം. ഓക്കെ, എന്തായാലും നമുക്കിത് കാര്യമൊക്കെ എടുക്കാം. പിന്നെ അത് തീർച്ചയായിട്ടും ഇതിനകത്ത് പാട്ടാകാൻ പറ്റിയത് ഭാഗ്യമാണെന്നൊക്കെയാണ് പറയുന്നത്. ആര്? AR റഹ്മാൻ. അപ്പൊ എന്താണോ മണിരത്നം എടുത്തു വെച്ചേക്കുന്നത്, എന്താണോ ഉണ്ടാക്കി വെച്ചേക്കുന്നത്? അതാണ് ഞാൻ ചോദിക്കാൻ വന്നത് സത്യത്തില്. പിന്നെ നമ്മള് നമ്മുടെ മര്യാദ വിട്ടു പോകാൻ പാടില്ലല്ലോ എന്ന് ഓർത്തിട്ട് വന്നതാ. എടാ, ഇതാണ് നമ്മുടെ മര്യാദ. അതാണ് നമ്മുടെ ആ ലെവലിൽ നമ്മൾ എത്തണം. നമ്മളെ അതായത് നന്നാവാൻ പോവാണ്, നമ്മൾ മാറ്റം വരുത്താൻ പോവാന്ന് പറഞ്ഞപ്പോഴേ നിങ്ങളെങ്ങാനും മാറ്റം വരുത്തിയാൽ കൊല്ലും ഞങ്ങളിത്. കമന്റ് സത്യമായിട്ടോ, നിങ്ങൾ ഇങ്ങനെ ആവുന്നതാണ്. ഒരുപാട് കമന്റ് അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, എന്താ കുട്ടാ ഒരൊറ്റ കിഴിയുള്ളൂ. ഒന്നുകൂടെ ഉള്ളൂ. അല്ല, ഒന്നുകൂടെ ഉള്ളൂ. 4-2. കൊറേ നാളായി കാത്തിരിക്കാൻ വേണ്ടിട്ട്. ലീഡ് ഉയർത്തി. റെട്രോ ലീഡൊക്കെ എത്ര വേണം? ലീഡൊക്കെ ഉയർത്തിക്കോ, അത്രേ ഉള്ളു. സാരല്ല, പോട്ടെ. ഇതാണ് പൊരുതി നമ്മൾ നേടും. ഇതാണ് പറഞ്ഞത്.
റെട്രോ സിനിമയെ കുറിച്ച് കുറച്ചധികം കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ. ഒന്ന്, ഇതിൻ്റെ ഓഡിയോ റൈറ്റ്സ് സീരീസ് സ്വന്തമാക്കിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ തെലുങ്ക് ഹിന്ദി ടീസർ ഇന്ന് ആൾറെഡി വന്നിട്ടുണ്ട് കേട്ടോ, യൂട്യൂബ്. പിന്നെ മറ്റൊന്ന്, സിനിമ OTT അവകാശം നെറ്റ്ഫ്ലിക്സ് സ്വന്തമാക്കിയിട്ടുണ്ട്. ഗംഭീരം. മറ്റൊന്ന് എന്തായിരുന്നു? മറ്റൊന്ന് ക്യാരക്ടർ നെയിം മാത്യു വരദരാജൻ. അതായത് ജോജു ചെയ്യുന്നത് വരദരാജൻ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ്. ആളുടെ മകനായിട്ട് വരുന്നു സൂര്യ. പൊള്ളിച്ചാട്ടുക്കും. പിന്നെന്താ ശരിക്ക്, അതായത് യാങ്സ്റ്റർ മാത്യു. അല്ലെ, നമ്മൾ ഇതിനെ കുറിച്ച് ചർച്ച ചെയ്താണ്. ശരിക്കും ഈ കൗരവറില്ലേ, അതിന്റെയൊക്കെ ഒരു പരിപാടി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും അതിന്റെ പല സംഭവങ്ങളും നമുക്ക് അതുപോലെ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് അതിലെ നായികക്ക് സംസാരിക്കാൻ കഴിയില്ല. അതെ, കഴിയില്ലല്ലോ അല്ലേ? കഴിയില്ല എന്ന് തന്നെ അങ്ങനെയാണ് നമ്മൾ കരുതുന്നത്. സംസാരിക്കുന്നില്ലല്ലോ. ഇല്ല, സംസാരിക്കുന്നില്ല. അങ്ങനെയാണ് കേട്ടിട്ടുള്ളത് അല്ലേ? അതെ അതെ. അതൊന്നും കേട്ടത്. പിന്നെ അച്ഛന് തുല്യമായ ആളായിരുന്നു കൗരവറിൽ നമ്മുടെ തിലകൻ ചെയ്തത്. അതിന് പകരം ഇവിടെ അച്ഛൻ തന്നെ. അതും അവരുടെ ഒരു ഗ്യാങ് ആയിരുന്നു, 5 പേര് അടങ്ങുന്ന ഒരു ഗ്യാങ്. അതുപോലെ തന്നെ ഇപ്പുറത്തും ഒരു ഗ്യാങ് തന്നെയാണ്, മാത്യുവിന്റെ ഗ്യാങ് എന്നാണ് പറയുന്നത്. എന്നിട്ട് അത് വിട്ടുപോരുന്നു പ്രണയത്തിന് വേണ്ടി. പിന്നെ പ്രണയം എന്തായാലും തീരുമല്ലോ, അത് തീരുമാനമാക്കിയിരിക്കും. എന്തായാലും ഒരു കുട്ടിയുണ്ട്, ഒരു പെൺകുട്ടിയുണ്ട്. അതെ 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 അതെ. അതിനുശേഷം പിന്നെ അച്ഛനെ തന്നെ ചിലപ്പം തീർത്തേക്കാം. എന്താണ് എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ. എന്താണെങ്കിലും കുറെ കൗരവറിന്റെ ഇതൊക്കെ നമ്മൾ ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ വല്ലതാണെങ്കിൽ അതും കാർത്തിക് സുബ്രാജ് തന്നെയാണ് ചെയ്യുന്നുണ്ടല്ലോ, വേറെ ലെവൽ ഐറ്റം ആയിരിക്കും. എന്താണെങ്കിലും കാത്തിരിക്കാം. എപ്പിസോഡുകൾ തീർന്നിരിക്കുകയാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ഒരെണ്ണം മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ, 4-5 അളിയാ. ഇത് വലിയൊരു മെസ്സേജാണ്. തുടർച്ചയായിട്ട് ഒരിക്കലും ജയിക്കരുത്. ഒരു പരാജയം, ഒരു ചെറിയ പരാജയം നമ്മളെ ഭയങ്കരമായിട്ട് വേദനിപ്പിക്കും. സഹിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് മാറ്റും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ തോറ്റുകൊണ്ട് മുന്നോട്ട് പോകണം. അതാണ് നമുക്ക് കൊടുക്കാനുള്ള മെസ്സേജ്. ഏതാ മെസ്സേജില് ശരിക്കും പറഞ്ഞാ തോൽക്കുന്നവർക്കുള്ളതാണ് ഈ ലോകം. ഈ പറഞ്ഞ കാര്യം ഒരു സത്യമായിട്ടുള്ള കാര്യം. അതായത് എല്ലായിടത്തും നമ്മള് ഇതും കൊണ്ട് പറയുന്നല്ലോ കേട്ടോ, എല്ലായിടത്തും ഒന്നാമതെത്തണം, ഒന്നാമത് തന്നെ ഇങ്ങനെ വന്ന് അത് 1-ാം സ്ഥാനത്ത് തന്നെ തുടർന്ന് വന്നുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഒരു ചെറിയൊരു സംഭവം ഉണ്ടെങ്കിൽ 2-ാം സ്ഥാനത്ത് എത്തിയാൽ മതി, അത് ഭയങ്കര ഷോക്കായിരിക്കും. അത് ഏത് ലെവലിൽ വേണമെങ്കിലും അയാളെ എത്തിക്കും. ശരിക്കും തോറ്റും ജയിച്ചും അങ്ങനെയൊക്കെ തന്നെ വരാൻ. അത് ജീവിതത്തിലാണെങ്കിലും അങ്ങനെ തന്നെ ആയിരിക്കണം. ഇത് ചെറിയൊരു മെസ്സേജ് ഞങ്ങളുടെ വക. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവുകയാണ്. സത്യം, ഞങ്ങൾ തോക്കുകയാണെങ്കിൽ തോറ്റോടേയിരിക്കും. ഞങ്ങൾ തോൽവി ആഘോഷിക്കും. ജയം ആഘോഷിക്കാൻ അങ്ങനെ നമുക്ക് അവസരം കിട്ടിയിട്ടില്ല. കിട്ടിയാൽ ഞങ്ങൾ ജയം ആഘോഷിക്കും. ഇനി ജയിച്ചാലും അത് ഞങ്ങൾ ഞങ്ങളുടെ തോൽവിയായിട്ട് കാണും. എന്നിട്ട് വീണ്ടും ഞങ്ങൾ പോരാടിക്കൊണ്ടേയിരിക്കും, മത്സരിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റു വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ.